என்ன எங்கேயோ பார்த்திருக்கேன்னு சொல்றேன். இனியுமா என்ன தெரியல. ദ ലാസ്റ്റ് ഡാൻസ് അഥവാ കടൈസി ആട്ടം എന്ന ലേബലിൽ വരുന്ന ഭഗവത് കേസരി 2 അഥവാ ജനനായകൻ എന്ന വിജയ് സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിലറിൽ കട്ട്സ്, DOP, BGM ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഈ ട്രെയിലറും ചില ഡയലോഗ്സും ഒക്കെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടതുപോലെ ഒരു ദേജാവു. അങ്ങനെ ഇന്നലെ ജനനായകന്റെ ട്രെയിലർ കണ്ടതിന് ശേഷം ബാലയ്യ ഗാരുവിന്റെ ഭഗവത് കേസരിയുടെ ട്രെയിലർ ഒന്നുകൂടെ കണ്ടുനോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് അതന്നെ. എനിവേ, വിജയ് ഒരു സിനിമ റീമേക്ക് ചെയ്യുന്നു എന്നത് അത്ര വലിയ കാര്യമൊന്നല്ല. ഗില്ലിയും പോക്കിരിയും കാവലനും നൻപനും ലിയോയും പോലെ എത്രയോ സിനിമകൾ റീമേക്ക് ചെയ്ത് ഹിറ്റ് കൊടുത്ത ആളാണ് വിജയ്. സോ അയാള് മറ്റൊരു പടം കൂടെ റീമേക്ക് ചെയ്യുന്നു എന്നത് വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ പ്രത്യേകിച്ച് വലിയ ഹൈപ്പടമൊന്നും അല്ലാത്ത ഭഗവത് കേസരി റീമേക്ക് ചെയ്യുന്നതാണ് പ്രശ്നം. ഇടയ്ക്ക് ഡാക്കുവും അഖണ്ഡയും പോലത്തെ 1-2 നല്ല പടം ചെയ്തെന്ന് കരുതി ബാലയ്യ ഒരിക്കലും കോമാളിയാകാതിരിക്കില്ല. ഇന്ത്യയിൽ ആക്ഷൻ സീൻസിനും ഡാൻസിനും ഇത്രയധികം മൂക്കിയിട്ടിട്ടുള്ള മറ്റൊരു ആക്ടർ ഇല്ല. അങ്ങേരെ വെച്ച് നോക്കുമ്പോൾ വിജയ് ഒക്കെ എത്രയോ കിഡു ആക്ടർ ആണെന്ന് ഓർക്കണം. ഇനി റീമേക്ക് വേണമെങ്കിൽ ബാലയ്യയുടെ തന്നെ ഡാക്കുവോ പൂവന്റെ ഓജിയോ ഒക്കെ എടുത്ത് ചെയ്തിരുന്നതിൽ ഇന്ന് വിമർശിക്കുന്നവര് തന്നെ കൈയടിച്ചേനെ. കാരണം ഈ ഭഗവത് കേസരിയിൽ ഇതിന് മാത്രം ഒന്നുമില്ല. ഒരു സാധാരണ തെലുങ്ക് മാസ് മസാല പടം. വിജയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പുള്ളി ഇതുവരെ ചെയ്തതിൽ വെച്ച് സെയിം രക്ഷകൻ പരിപാടിക്ക് പറ്റിയ സ്ക്രിപ്റ്റ് തന്നെയാണ് അത്. ഭഗവത് കേസരി ആണെങ്കിൽ വിജയ് 5 വട്ടമൊക്കെ കണ്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. നെക്സ്റ്റ് പടം അതിന്റെ റീമേക്ക് ആണെന്ന് പടം ഷൂട്ട് തുറന്നതിന് മുന്നേ കരക്കമ്പി ഉണ്ടായിരുന്നു. അതിപ്പോ സത്യമായിട്ട് മാറിയെന്ന് മാത്രം. പക്ഷെ ഇതിന്റെ ഡയറക്ടർ വിനോദ്, അയാളാണ് അനാവശ്യമായിട്ട് ഇത് റീമേക്ക് അല്ല എന്ന് പറഞ്ഞത്. ആദ്യം പറഞ്ഞു റീമേക്ക് അല്ലെന്ന്, പിന്നീട് പറഞ്ഞു കുറച്ച് സീനുകളെ എടുത്തിട്ടുള്ളൂ എന്ന്. ഇപ്പൊ പറയുന്നു റീമേക്ക് ആണെങ്കിലും ഇതൊരു വിജയ് പടമായിട്ട് കാണാൻ. മിസ്റ്റർ വിനോദ്, നിങ്ങൾ കട്ടോ, പക്ഷെ കക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി ട്രെയിലറിലോട്ട് വരാം. ട്രെയിലറിൽ കേസരിയിലെ ഷോട്ട് ബൈ ഷോട്ട്, ഡയലോഗ്സ് ബൈ ഡയലോഗ് അങ്ങനെ തന്നെ Ctrl+C Ctrl+V ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആകെ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ടാകുക വില്ലന്റെ ക്യാരക്ടർ ആർക്കായിരിക്കും. കാരണം വില്ലൻ ബോബി ഡിയോൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് കിഡു സീൻസും ഫൈറ്റ്സും ഒക്കെ ഡയലോഗ്സ് ഒക്കെ പുള്ളിക്ക് കൊടുക്കേണ്ടി വരും. കാരണം പുള്ളിക്ക് അതിന്റേതായിട്ടുള്ള സ്റ്റാർ വാല്യൂ ഉണ്ട്. സോ വില്ലൻ ഇതിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും എന്ന് വിചാരിക്കാം. വിജയുടെയും മമിതയുടെയും പൂജയുടെയും കഥാപാത്രങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവുന്നൊന്നും തോന്നുന്നില്ല. മമിത വിജയുടെ പെങ്ങളായിരിക്കും. അതായിരിക്കാം വലിയ മാറ്റം. അല്ലെങ്കിലും വിജയുടെ പടം ഇറങ്ങുമ്പോൾ ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാൽ പുള്ളി എന്തെങ്കിലും വെറൈറ്റി ആയി ചെയ്യുമെന്ന് വിചാരിക്കുന്ന നമ്മളല്ലേ മണ്ടന്മാര്. ഇനി ട്രെയിലറിന്റെ അവസാനം കാണുന്ന റോബോട്ടിന്റെ പരിപാടിയൊക്കെ എന്താണാവും. ജനനായകന്റെ ക്ലൈമാക്സിൽ വിജയ് ഹ്യൂമനോയിഡ്സ് ആയിട്ട് ഏറ്റുമുട്ടുമെന്ന് പടം ഇറങ്ങുന്നതിന് മുന്നേ ഒരു കരക്കമ്പി ഉണ്ടായിരുന്നു. അതും സത്യമാവുമെന്ന് തോന്നുന്നു. ഫസ്റ്റ് ലുക്കിൽ ജനനായകൻ എന്ന പേരും പോസ്റ്ററും കണ്ടപ്പോഴേ ഉറപ്പിച്ചതാണ് പുള്ളിയുടെ പൊളിറ്റിക്കൽ എൻട്രീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജനരക്ഷകൻ റോൾ തന്നെ ആവുമെന്ന്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അരസിയൽ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഡയലോഗ്സും സീനുകളും ഇതിൽ കാണിക്കുന്നുണ്ട്. സോ പ്രകാശ് രാജിനെതിരെ അണ്ണൻ ഇലക്ഷനിൽ മത്സരിക്കുന്ന സീനൊക്കെ ഉണ്ടാവും. അതിൽ തന്നെ അണ്ണൻ റിയൽ ലൈഫിൽ TV പരിപാടിക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ അവസാനത്തെ സിനിമയാണല്ലോ ഇതെന്ന രീതിയിലല്ലെന്ന് തോന്നുന്നു വിജയ് ഈ പടം കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. മറിച്ച് എന്റെ പൊളിറ്റിക്കൽ എൻട്രി എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ചില നുറുങ്ങു വിദ്യകളും ഉണ്ടാവുന്ന ഉറപ്പാണ്. എനിവേ, വിജയുടെ പടം, പ്രൊഡ്യൂസറിന്റെ ക്യാഷ്, അവരെന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. ഫസ്റ്റ് ഡേ കാണാനായിട്ട് വെച്ചിരുന്ന പടമായിരുന്നു ജനനായകൻ. വിനോദ് പറ്റിച്ചതുകൊണ്ട് ഇനിയിപ്പോ റിവ്യൂ ഒക്കെ അറിഞ്ഞിട്ട് കാണാം. ബാലയ്യ പടമായതുകൊണ്ട് അധികം ആരും ഈ പടം കണ്ടു കാണാൻ വഴിയില്ല. പക്ഷേ ഇന്നലെ ട്രെയിലർ കണ്ട് ഇത് അത് തന്നെയാണെന്ന് തെളിഞ്ഞപ്പോ കേസരി ഫിലിമിന്റെ ഡൗൺലോഡിന്റെ എണ്ണം കുത്തനെ കൂടിയിട്ടുണ്ടാവും. ഇനി കേസരി കണ്ടു തീർത്തവർക്ക് ജനനായകൻ ഇഷ്ടപ്പെടുമോ എന്ന് കണ്ടറിയണം. അനിരുദ്ധ് ഫാക്ടർ ഒരു പോസിറ്റീവാണ്. BGMന്റെ കാര്യത്തിലാണെങ്കിൽ അനിരുദ്ധ് ഏതായാലും പൊളിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ ഒരു സൈഡിൽ എനിക്കൊരു ഡൗട്ടില്ല. ട്രെയിലർ കണ്ടപ്പോൾ പോസിറ്റീവായിട്ട് തോന്നിയത് കേസരിയിലേക്ക് അടിപൊളിയായിട്ട് കളർ ഗ്രേഡിങ്ങും സിനിമാറ്റോഗ്രാഫിയും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓവർ ദ ടോപ്പ് ആക്ഷൻ സീൻസ് കൂടെ കോപ്പി അടിക്കാതെ കുറച്ച് മിഡാക്കിയൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതും കൂടി കോപ്പി അടിച്ചു എന്ന ചീത്തപ്പേര് ഒഴിവാക്കാം. ഏതായാലും തന്റെ ലാസ്റ്റ് പടം ഒരു ആവറേജ് തെലുങ്ക് മാസ് പടത്തിന്റെ റീമേക്ക് ആണെന്ന് തെളിഞ്ഞിരിക്കുന്നു. വിജയുടെ ലാസ്റ്റ് പടം എന്നത് തന്നെയാണ് ഈ പടത്തിന്റെ യൂണീക് സെല്ലിംഗ് ഫാക്ടർ. ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ടാവും, ലിയോയിൽ റിട്ടയർ ചെയ്താൽ മതിയായിരുന്നു. ഇറ്റ് വാസ് ടു ഗുഡ്. അപ്പൊ ഈ ട്രെയിലർ കണ്ടിട്ട് ജനനായക സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. അതുപോലെ തന്നെ ഈ പടം നിങ്ങൾ ഫസ്റ്റ് ഡേ കാണുമോ എന്നുള്ളതും കമന്റിൽ പറയണേ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.